കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ എന്താണെന്ന് ബീറ്റ്റൂട്ട് കിച്ചടിയാണേ. നമുക്ക് ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്ന് നോക്കാം. ബീറ്റ്റൂട്ട്, മെയിനായിട്ട് തൈര്, പച്ചമുളക്, കുറച്ച് തേങ്ങ, ജീരകം, കടുക്, ഇതെല്ലാമാണ് നമുക്ക് കിച്ചടിക്ക് വേണ്ടുന്ന സാധനം. നമ്മുടെ ബീറ്റ്റൂട്ട് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് കത്തിക്കാം. അതിന് മുമ്പ് ഇത്ര വെള്ളം കൂടെ ഇതിന് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മേളിൽ നിൽക്കുന്ന വെള്ളം ചേർത്താൽ മതി, അതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇത് വേവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. വെള്ളം വറ്റുന്നത് വരെ വെച്ചേക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുവേ. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാവേ. ഇനി നമുക്ക് താളിക്കാൻ ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാവേ. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാവേ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന, ഞാൻ ഇത് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ്, ഈ ബീറ്റ്റൂട്ടിൻ്റെ മിക്സിട്ട് കൊടുക്കാവേ. ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ. ഇതിൽ നമ്മൾ തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും ഒരല്പം കടുകും അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് ആ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷമാണ് നമുക്ക് തൈര് ചേർക്കേണ്ടത്. ഇപ്പോൾ ആ വലിയ ചൂട് മാറി. ഇത് പാനായതുകൊണ്ട് ഒത്തിരി നേരം ചൂട് തങ്ങത്തില്ല. നമുക്ക് കട്ടി തൈര് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് പുളിയുള്ള തൈരാണ് ഞാൻ ചേർക്കുന്നത്. പുളി ഇഷ്ടമില്ലാത്തവർ കുറച്ച് പുളി കുറഞ്ഞ തൈര് ചേർക്കണം. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ഇപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. സദ്യക്ക് മാത്രമല്ല, അല്ലാതെയും കിച്ചടി വേണമെന്ന് ആഗ്രഹം തോന്നിയാൽ, ബീറ്റ്റൂട്ടാണ് കുറച്ച് കളർ വേണമെന്ന് തോന്നുമ്പോൾ ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഓണത്തിന് വെള്ളരിക്ക നമ്മൾ കിച്ചടി ഉണ്ടാക്കാറുണ്ട്.